√64 = 4n ആയാൽ എന്നിൻ്റെ വില കാണുക. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താ √64 = 4n തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്കിതിനെ 4n = √64 വാല്യൂ എത്രയാടാ? 8ൻ്റെ സ്ക്വയർ അല്ല 64. അപ്പോൾ √64 8. നമുക്കിത് ഈ എന്നിൻ്റെ വാല്യൂ അല്ലേ കാണേണ്ടത്. ഇവിടെ ഇതിനായിട്ട് ഇവിടെ നമുക്ക് 4നെ 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതി കൂടെ ഇടാം. 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 4n 2ൻ്റെ സ്ക്വയർ ⁻n എന്ന് എഴുതാം. ഇവിടെ 8നെ നമുക്ക് 2ൻ്റെ ക്യൂബായിട്ട് എഴുതി കൂടെ. 2ൻ്റെ ക്യൂബാണ് 8. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയാൽ നമ്മളടുത്തൊരു കൃത്യങ്ക നിയമം പഠിക്കാൻ പോവുകയാണ്. എന്താ? ഒരു സംഖ്യ a⁻m ⁻n എന്ന ഫോമിലാണെങ്കിൽ അതിനെ നമുക്ക് a⁻m × n എന്ന് എഴുതാം. ഇതൊരു കൃത്യങ്ക നിയമമാണ്. ഇത് വെച്ച് നമുക്കിവിടെ 2ൻ്റെ സ്ക്വയർ ⁻n എങ്ങനെ എഴുതാം? 2√2n = 2ൻ്റെ ക്യൂബ് എന്ന് എഴുതി കൂടെ. നോക്കിയേ, 2 = 2. അപ്പോൾ അതിൻ്റെ പവറായ 2√n = എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ 2n = 3. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 2ൻ്റെ സമത്തിനപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ 3 ÷ 2. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3/2. ഓപ്ഷൻ ബി.